ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നത് മെയ്സ്റ്റോ എന്ന് പറയുന്ന ഒരു അടിപൊളി ബ്രാൻഡിൻ്റെ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടാണ്. സാധാ നമ്മൾ 1/32 സ്കെയിലാണ് ചെയ്യുന്നത്. ഇത് ഇന്ന് കൊണ്ടുവന്നത് 1/36 സ്കെയിലാണ്. നല്ലൊരു അടിപൊളി യെല്ലോ കളർ സ്വിഫ്റ്റ് കാറാണ് ഇന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാൻ കിട്ടിയത്. അതുപോലെ തന്നെ ഈ ബോക്സിൻ്റെ ബാക്കിൽ ഒരുപാട് ബ്രാൻഡുകൾ ഇവർ ഇറക്കുന്ന ഒരുപാട് കാർസിൻ്റെ ബ്രാൻഡുകൾ ബാക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് eBayയിൽ നിന്നാണ് വാങ്ങിക്കാൻ സാധിക്കുക. മെയ്സ്റ്റോ ടോയ്സ് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് നമുക്ക് ഇന്ത്യയിൽ. ഇത് ലൈസൻസ്ഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ഡീറ്റെയിലിംഗ് ഇതിൽ കാണിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഫേവറേറ്റ് ബ്രാൻഡുകൾ അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്രൈസ്ലർ, നിസാൻ, ലംബോർഗിനി, SRT, എല്ലാ ഹംവി, സിട്രൺ, എല്ലാ ബ്രാൻഡുകളും ഇതിൻ്റെ ഞാൻ ഓരോന്നും എടുത്ത് വായിക്കില്ല. എല്ലാ ബ്രാൻഡും അവരിവിടെ അതിൻ്റെ പ്രോഡക്റ്റ് ഇവർ ഇറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും, പക്ക പെർഫെക്റ്റിൽ അവരിത് ചെയ്തിട്ടുണ്ട്. സ്വിഫ്റ്റിൻ്റെ ടൈപ്പ് 1 ആണ് കേട്ടോ അവർ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ സ്വിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരെയും നമ്മൾ ഇന്ത്യക്കാരെ എല്ലാവരെയും ഫേവറേറ്റ് കാറാണ്. ഇറങ്ങിയ അന്ന് മുതൽ ജാപ്പനീസ് ബ്രാൻഡായ സുസുക്കി ഈ ഒരു വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത അന്ന് മുതൽ ഏറ്റവും കൂടുതൽ സെയിലുള്ളൊരു മോഡലാണ് ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്ന മോഡൽ. ഇത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ 2004 ലോഞ്ച് ചെയ്തത്. 2004 ലോഞ്ച് ചെയ്തതിന് ശേഷം ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4. ഇപ്പോൾ ടൈപ്പ് 4 ആണ് നമ്മളെ നാട്ടിൽ. ടൈപ്പ് 3 ഒക്കെ ഒരുപാട് പേര് ഇറക്കിയിട്ട് മോഡിഫൈ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. ഇത് ടൈപ്പ് 1ൻ്റെ ഡൈകാസ്റ്റ് മോഡലാണ് കേട്ടോ. ഈ മെയ്സ്റ്റോ ടോയ്സ് എനിക്ക് എത്ര ഇഷ്ടപ്പെടാൻ കാരണം ഇതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് തന്നെ കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ഏകദേശം നാട്ടിൽ 1000 റുപ്പീസിൻ്റെ ചോടായിട്ടാണ് വരുന്നത്. ഈ ഒരു വണ്ടിൻ്റെ മോഡൽ ഇതിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, സുസുക്കി സ്വിഫ്റ്റ് സ്പോർട്സ് 1/36 എന്ന്. അപ്പോൾ അത്രയും നല്ല ഡീറ്റെയിൽ ഉള്ളൊരു മോഡലാണ്. ഇതിൻ്റെ ഓവറോൾ പെയിൻറ്റ് ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡോറിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊരു പെയിൻറ്റിൻ്റെ ഒരു ടച്ചിങ് കുറവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടോ. ഈ ഒരു സൈഡിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ ഒരു പെയിൻറ്റ് ഇല്ലാത്തതായിട്ട്. ഉള്ളിൽ ഗിയർ നോബ്, സ്റ്റിയറിങ്, സീറ്റ് അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിൽ ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ 2 ഡിഫ്യൂസർ ഉണ്ട്. അപ്പോൾ ഡൈകാസ്റ്റ് കളക്ടേഴ്സിന് അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ സ്റ്റാർട്ടിങ് ആണ്. ഇതിൻ്റെ റിവ്യൂവിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ കയ്യിൽ വേറൊരു പ്രൊഡക്റ്റ് കൂടിയുണ്ട്. ഇതെല്ലാവരെയും ഫേവറേറ്റ്, ചിലപ്പോൾ എല്ലാവരും നേരത്തെ മുതൽ നമ്മളെ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത്രയും എല്ലാവരെയും ഫേവറേറ്റ് വണ്ടിയായ ഡ്രീം വണ്ടിയായ മിനി കൂപ്പറാണ്. മറ്റേതുള്ളപ്പോൾ തന്നെ ഇതിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് പിന്നെ എടുത്ത് പറയുന്നില്ല. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ കൂടി പറഞ്ഞു ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതും 1/36 സ്കെയിൽ വരുന്ന ഒരു അടിപൊളി നല്ല ഡൈകാസ്റ്റ് കാറാണ്. എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ മിനി കൂപ്പറിൻ്റെ സ്പോർട്സ് മോഡലായ മിനി കൂപ്പർ S ആണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യമൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. സീറ്റ്സ് ആണെങ്കിലും ഇത് സിംഗിൾ ഡോർ വണ്ടിയാണ്. മിനി കൂപ്പറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ സംഗതിയും അതിൻ്റെ റൗണ്ട് ഷേപ്പിലാണ്. അതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ പിന്നെ ഹെഡ്ലൈറ്റ്, AC വെൻസ് എല്ലാം റൗണ്ട് ഷേപ്സാണ്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് വരുന്നതാണ് ഈ 2 വണ്ടികൾ. ഞാൻ ഗോൾഡ് സൂക്ക് ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഇത് നമുക്ക് eBayയിൽ നിന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ eBayയിലാണ് കാണിക്കുന്നത്. eBayയിൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വണ്ടികൾ കൂടി മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പെക്കായിട്ടുള്ള വണ്ടികളാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ അടുത്ത വരുന്ന വീഡിയോയിൽ അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ഓരോരോ വണ്ടിയായിട്ടും അല്ലെങ്കിൽ 2 വണ്ടിയായിട്ടും ഒക്കെ നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളൊരു തുടക്കമാണ്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞു തരാം. അപ്പോൾ നമ്മളെ കൂടെയുള്ള ജീവാഗൺ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ LC ട്രക്കും ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് ഷോട്ടുകളും ഇതിൽ ആഡ് ചെയ്യുന്നതാണ്.